ദുരന്തത്തിൽ അകപ്പെട്ടവർക്കും എല്ലാവർക്കുമായി നമുക്ക് ഒന്നായി പ്രാർത്ഥിക്കാം. മഴയാണ്. എല്ലാ മക്കളും അവധി ദിവസങ്ങൾ മുതലെടുക്കാതെ വീട്ടിൽ തന്നെ സേഫായിരിക്കുക. എല്ലാ കൂട്ടുകാർക്കും ടെക് സാൻഡ്വിച്ച് യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് കൃത്യമായി സ്വാഗതം. സ്വദേശ് മെഗാ ക്വിസിനോടനുബന്ധിച്ച് HSS വിഭാഗത്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഇന്ത്യയെ കണ്ടെത്തൽ, സ്വാതന്ത്ര്യ സമര ചരിത്രവും ആധുനിക ഇന്ത്യയും, ഇന്ത്യൻ ഭരണഘടന, ആനുകാലികം എന്നീ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള മുഴുവൻ ചോദ്യോത്തരങ്ങളും ഈ വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണാം. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് 1000 ലൈക്കാണ്. എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന എന്ന വിഭാഗത്തിൽ നിന്ന് ചോദിക്കുന്ന മുഴുവൻ ചോദ്യോത്തരങ്ങളും നമുക്ക് പരിചയപ്പെടാം. ക്യാബിനറ്റ് മിഷൻ പ്ലാൻ അനുസരിച്ച് ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചത് എന്നാണ്? ഉത്തരം 1946 ഡിസംബർ. ഭരണഘടന നിർമ്മാണ സഭയിൽ എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? ഉത്തരം 398 അംഗങ്ങൾ. ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നായിരുന്നു? ഉത്തരം 1946 ഡിസംബർ 9. ഭരണഘടന നിർമ്മാണ സഭയുടെ താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം സച്ചിദാനന്ദ സിൻഹ. ഭരണഘടന നിർമ്മാണ സഭയുടെ സ്ഥിരം പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിരം പ്രസിഡന്റായി നിയമിച്ചത് എന്നായിരുന്നു? ഉത്തരം 1946 ഡിസംബർ 11. ഭരണഘടന നിർമ്മാണ കരട് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനയുടെ ആത്മാവ്, ഭരണഘടനയുടെ താക്കോൽ എന്നിങ്ങനെ അറിയപ്പെടുന്നത് എന്തിനെയാണ്? ഉത്തരം ആമുഖത്തെ. ഭരണഘടനയ്ക്ക് ആമുഖം എന്ന ആശയം അവതരിപ്പിച്ചത് ആരായിരുന്നു? ഉത്തരം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. ഭരണഘടന നിർമ്മാണ സഭയുടെ നിയമോപദേശകൻ ആരായിരുന്നു? ഉത്തരം BN റാവു. ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നവർ ആരെല്ലാമാണ്? ഈ ഒരു ചോദ്യം ചിലപ്പോൾ ചോദിക്കാം, അതായത് കൂട്ടുകാരെ മനസ്സിലാക്കി വെക്കാം. ഡോക്ടർ BR അംബേദ്കർ, അല്ലടി കൃഷ്ണസ്വാമി അയ്യർ, KM മുൻഷി, മുഹമ്മദ് സാദുള്ള, പിന്നെ BN മിത്തർ. അദ്ദേഹത്തിന് പകരമായിട്ട് വന്നതാണ് PN മാധവറാവു എന്ന് പറയുന്ന ആൾ. അതുപോലെ തന്നെ TP ഗെയ്ത്താന് പകരം വന്ന വ്യക്തിയാണ് TT കൃഷ്ണമാചാരി. ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക. ആരൊക്കെ ആയിരുന്നു ഇത് തയ്യാറാക്കാൻ ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കി വെക്കാൻ കൂടി ശ്രദ്ധിക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ കടമെടുത്ത ആശയങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ്? ഇതും ഒരുപാട് രാജ്യങ്ങളിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പല വിഭാഗങ്ങൾ കടമെടുത്തിട്ടുള്ളത്. ഏതൊക്കെ ആണെന്ന് നമുക്ക് നോക്കാം, ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണെന്ന്. ഭരണഘടനയുടെ ആമുഖം USA, അതായത് അമേരിക്കയിൽ നിന്ന്. നിയമവാഴ്ച ബ്രിട്ടൻ. സ്വാതന്ത്ര്യ നീതി ന്യായ വ്യവസ്ഥ USA. മൗലികാവകാശങ്ങൾ USA. സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാരെ നീക്കം ചെയ്യൽ USA. ഫെഡറേഷൻ എന്ന് പറയുന്നത് കാനഡ. അതുപോലെ തന്നെ റിപ്പബ്ലിക് കടമെടുത്തത് ഫ്രാൻസ്. മൗലിക കർത്തവ്യങ്ങൾ ജപ്പാൻ. നിർദ്ദേശക തത്വങ്ങൾ അയർലൻഡ്. ഏക പൗരത്വ വ്യവസ്ഥ ബ്രിട്ടൻ. നിയമനിർമ്മാണം ബ്രിട്ടൻ. അടിയന്തരാവസ്ഥ ജർമ്മനിയിലെ
വെയ്മർ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തതാണ്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഭരണഘടനയിൽ നിന്ന് ഏതൊക്കെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് എന്ന് ചോദിക്കാം. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഓരോ രാജ്യവും അതുപോലെ തന്നെ ഏതാണ് വിഭാഗം അത് മനസ്സിലാക്കി വെക്കാം. ഭരണഘടന അംഗീകരിച്ച ഭാഷകളെ പറ്റിയാണ് 8ാം ഷെഡ്യൂൾ പ്രതിപാദിക്കുന്നത്. എത്ര ഭാഷകളെയാണ് നിലവിൽ അംഗീകരിച്ചിട്ടുള്ളത്? ഉത്തരം 22 ഭാഷകളാണ്. അതുകൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത ചോദ്യം, 343 ആർട്ടിക്കിളിൻ്റെ 1-ാം സെക്ഷൻ പ്രകാരം ദേവനാഗരി ലിപിയിൽ എഴുതിയ ഹിന്ദിയാണ് ഇന്ത്യൻ യൂണിയൻ്റെ ഔദ്യോഗിക ഭാഷ. എന്നാൽ ഇതേ ആർട്ടിക്കിളിൻ്റെ 2-ാം സെക്ഷൻ പ്രകാരം ഒരു നിശ്ചിത സമയത്തേക്ക് ഇംഗ്ലീഷ് തന്നെ ഔദ്യോഗിക കാര്യനിർവഹണത്തിനായി തുടരുമെന്ന് വ്യവസ്ഥ ചെയ്തു. എത്ര വർഷത്തേക്കാണ് ഇത്തരം ഒരു വ്യവസ്ഥ ഉൾക്കൊള്ളിച്ചത്? അതെ, ഉത്തരം 15 വർഷത്തേക്ക്. ഭരണഘടനയുടെ 8ാം പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിദേശ ഭാഷ ഏതാണ്? ഉത്തരം നേപ്പാളി. 1-ാം ഔദ്യോഗിക ഭാഷാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഉത്തരം BG ഗേർ. ഇന്ത്യയിൽ അവശിഷ്ട അധികാരങ്ങൾ ആർക്കാണ്? ഉത്തരം കേന്ദ്ര സർക്കാരിന്. ഭരണഘടനയ്ക്ക് ആകെ എത്ര ഭാഗങ്ങളുണ്ട്? ഉത്തരം 22 ഭാഗങ്ങൾ. ജമ്മു കാശ്മീരിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഉത്തരം ആർട്ടിക്കിൾ 370. തെരഞ്ഞെടുപ്പിലൂടെ രാഷ്ട്രത്തലവനെ നിശ്ചയിക്കുന്ന പ്രക്രിയ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം റിപ്പബ്ലിക്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നായിരുന്നു? ഉത്തരം 1950 ജനുവരി 26. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടറായി അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ശ്യാം ശരൺ നേഗി. ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ട വർഷം എന്നാണ്? ഉത്തരം 1857 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിൽ. പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവായി അറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം മുഹമ്മദ് അലി ജിന്ന. ഇന്ത്യയുടെ രാഷ്ട്രശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഉത്തരം ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിലെ വന്ധ്യ വയോധിക എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം അരുണ ആസിഫ് അലി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്തെ വൈസ്രോയി ആരായിരുന്നു? ഉത്തരം മൗണ്ട് ബാറ്റൻ പ്രഭു. ബ്രിട്ടീഷുകാരോട് പൊരുതി കേരളവർമ്മ പഴശ്ശിരാജ വധിക്കപ്പെട്ട വർഷം എന്നാണ്? ഉത്തരം 1805 നവംബർ 20 കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരെ നടന്ന ആദ്യ കലാപം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം 1721 നടന്ന ആറ്റിങ്ങൽ കലാപം. നെഹ്റു ആദ്യമായി ഗാന്ധിജിയെ കണ്ടത് എന്നായിരുന്നു? ഉത്തരം 1916 കോൺഗ്രസിൻ്റെ ലക്നൗ സമ്മേളനത്തിൽ വച്ച്. ജവഹർലാൽ നെഹ്റു ആദ്യമായി കോൺഗ്രസ് അധ്യക്ഷനായ വർഷം എന്നാണ്?
ഉത്തരം 1929 ലാഹോർ സമ്മേളനത്തിൽ വച്ച്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഇടുമ്പോൾ അപ്പം തന്നെ ലഭിക്കാൻ ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ. മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ആത്മകഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഇന്ത്യ വിങ്സ് ഫ്രീഡം. 1939 സുഭാഷ് ചന്ദ്രബോസ് നേതൃത്വം നൽകിയ സംഘടനയുടെ പേര് എന്താണ്? ഉത്തരം ഫോർവേഡ് ബ്ലോക്ക്. അപ്പോൾ കൂട്ടുകാരെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ട ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേയുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ആഗസ്റ്റ് 15 ചരമദിനമായ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏറ്റവും വേഗത്തിൽ കൂട്ടുകാർ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇപ്പം തന്നെ താഴെ കൊടുത്ത ലിങ്കിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് സൗജന്യമായിട്ട് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാവുന്നതാണ്. അതിലൂടെ ഒരുപാട് ക്വസ്റ്റ്യൻസ് KPSTയുമായിട്ട് ബന്ധപ്പെട്ട് മെഗാ ക്വിസിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വായിക്കാവുന്നതാണ്. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത മക്കളുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. ഇനിയും വീഡിയോസ് ലഭിക്കാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.